അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. 3 നേരവും കഴിക്കാൻ പറ്റുന്നത്, ചോറ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. 3 തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം. വേറെ ഒന്നും കറികളൊന്നും ഇല്ലാതെ ഇത് മാത്രം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയും ചോറും ഇതിൻ്റെ കൂടെ നല്ലൊരു മാച്ചിങ് കറിയും കൂടി ആണ്. അതിന് വേണ്ടിയിട്ട് 3 തക്കാളി എടുത്തിട്ട് നടുക്കളയിൽ പിളർന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു വെളുത്തുള്ളിയുടെ നേർപകുതി, അതായത് 7 അല്ലി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട്. അതേപോലെ തന്നെ ഒരു വലിയ മീഡിയം സൈസിലുള്ള സവാളയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ മാത്രം മതി. ഇതേപോലെ നല്ല ഷേപ്പിൽ നേർതായിട്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനത്തെ ഒന്ന് കട്ട് ചെയ്ത് മാത്രം മതി. എന്നിട്ട് ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അത് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വലിയ ജീരകം 1/2 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. ചെറു ജീരകമല്ല, വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തളർന്ന് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം സവാളയൊക്കെ ഒന്ന് തളർന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അധികം എരിവൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള മുളകുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ പൊടിയാണ് ചേർക്കുന്നുള്ളത്. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് തെരുതെരുപ്പായിട്ട് ഒന്ന് പൊടിച്ച് വരാം. ഇപ്പം ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ തന്നെ പൊടിച്ച് വരുന്നതാണ് ചെയ്യുന്നത്. ഇനി അവിടെ മാറ്റി വെക്കാം. അതേ പാനിലോട്ട് തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടണം. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. ഇവിടുത്തെ തക്കാളി എന്ന് വെച്ചാൽ നല്ല ഹാർഡായിട്ടുള്ള തക്കാളിയാണ്, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാനിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല സോഫ്റ്റ് തക്കാളികൾ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്കൊരു 30 സെക്കൻഡ് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, അതിൽ ഹാർഡായ തക്കാളി അതിനാൽ ഇത് പൊടിഞ്ഞ് വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ തക്കാളിക്കൊന്ന് അലിഞ്ഞ് വരുന്നതാണ്. അതിനായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. ഇപ്പോൾ കണ്ടല്ലോ, തക്കാളിയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയുടെ തൊലിയൊക്കെ വേറിട്ട് നിൽക്കുകയാണെങ്കിൽ അതെടുത്ത് കളഞ്ഞാൽ മതി. അതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഉലുവയുടെ പൊടി ഇല്ലെങ്കിൽ നേരത്തെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ആ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി വഴറ്റിയതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെ കൂട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇപ്പം നല്ല കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കാം. ഈ സമയം ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നേരത്തെ തക്കാളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. വളരെ സ്വാദിഷ്ടമായ തക്കാളി ചട്നി എന്നും പറയാം, കറി എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.